إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم ومن آياته الليل والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن إن كنتم إياه تعبدون. ഏറെ ആദരണീയരായ വിശ്വാസിനികൾ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഫിസിക്സിൻ്റെ നിയമത്തിൽ, ഭൗതിക ശാസ്ത്രത്തിൻ്റെ നിയമത്തിൽ ഒരു വസ്തു ഉണ്ട് എന്നതിന് അത് 5 ഇന്ദ്രിയങ്ങളിലൂടെ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ബോധ്യമാകണം. ഒരു വസ്തു ഉണ്ട് എന്നതിന് ഫിസിക്സിൽ അത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അത് ബോധ്യപ്പെടണം. കണ്ടുകൊണ്ട്, കേട്ടുകൊണ്ട്, വാസനിച്ചുകൊണ്ട്, സ്പർശിച്ചുകൊണ്ട്, രുചിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു ഭൗതികമായ വസ്തു എന്നതിന് നമ്മൾ നിർവചനം പറയുക അത് തന്നെയാണ്. ഫിസിക്സിന്റെ കാര്യത്തിൽ ഒരു വസ്തു ഉണ്ട് എന്നത് തെളിയുന്നതും ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ അത് കണ്ടെത്തപ്പെടുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഭൗതികവാദിയായ ഒരു മനുഷ്യൻ അയാൾ ഇതിനപ്പുറത്തുള്ളതൊന്നും വിശ്വസിക്കൂല. അയാൾക്കത് ബോധ്യപ്പെട്ടിട്ടില്ല, അയാളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അയാൾ അത് അനുഭവിച്ചിട്ടില്ല, അയാൾ അതിനെ തിരസ്കരിക്കും. അള്ളാഹു ഉണ്ട്, ഒരു യാഥാർത്ഥ്യമാണ്, വിസ്മരിക്കാൻ കഴിയാത്ത, ഓരോ വിശ്വാസിയും അചഞ്ചലമായി വിശ്വസിക്കുന്ന വിശ്വാസമാണ്. പക്ഷേ ഫിസിക്സിന്റെ അളവുകോലുകൾ വെച്ചുകൊണ്ട് പടച്ചവനെ അളക്കാൻ ശ്രമിച്ചാൽ ആ അളവുകോലിനുള്ളിൽ അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയൂല. അതൊരു സത്യമാണ്. അള്ളാഹു ഈ ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ട് ഞാൻ ഉണ്ട് എന്ന് പറയുക എന്നുള്ളത് സംഭവിക്കുകയേയില്ല. അള്ളാഹു തന്നെ വന്ന് അള്ളാഹുവിനെ സ്ഥാപിക്കുക എന്നൊരു രീതിയില്ല. അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല. ലോകത്ത് ഇന്നേ വരെ ഒരാൾക്കും അള്ളാഹുവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് മസ്റൂഖ് ഇബ്നുൽ അജ്ദ റളിയല്ലാഹു അൻഹു ഒരൽപ്പം ഭയത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, യാ ഉമ്മത്താ ഹൽ റആ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബ. ഉമ്മ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ കുറച്ച് ഗൗരവത്തോടു കൂടി പറഞ്ഞു, ആരെങ്കിലും നിന്നോട് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഫഖദ് കദബ്, അവൻ പറഞ്ഞത് കള്ളമാണ്, ഇല്ല. എന്നിട്ട് 2 ആയത്തുകൾ ആയിഷ റളിയല്ലാഹു അൻഹ അതിന്റെ തെളിവായിട്ട് ഓതുന്നുണ്ട്. ഒന്ന് സൂറത്തുൽ അൻആമിലെ 103-ാമത്തെ ആയത്ത്, ലാ തുദ്രികുൽ അബ്സാറു വഹുവ യുദ്രികുൽ അബ്സാർ. കണ്ണുകൾ അവനെ കണ്ണുകൾ കണ്ടെത്തുകയില്ല, കണ്ണുകളെ അവൻ കണ്ടെത്തും. അള്ളാഹുവിനെ
ഒരു കണ്ണിനും കാണുവാൻ കഴിയൂല. എന്നാൽ എല്ലാ കണ്ണുകളെയും കണ്ണുകളുടെ കട്ടുനോട്ടങ്ങളെയും അള്ളാഹു അറിയും. പിന്നെ സൂറത്തു ശൂറയിലെ 51-ാമത്തെ ആയത്ത് കൂടി അതിന് തെളിവായി ആയിഷ റളിയല്ലാഹു അൻഹ ഓതി, വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹു അല്ലാഹു ഇല്ലാ വഹ്യ. ഒരു മനുഷ്യനും അള്ളാഹുവുമായി കൊണ്ട് സംസാരിക്കുക എന്നത് വഹ്യ് മുഖേനയല്ലാതെ കഴിയില്ല. ഔ മിൻ വറാഇ ഹിജാബ്, അല്ലെങ്കിൽ ഒരു മറക്ക് പിന്നിൽ നിന്നുകൊണ്ടുമല്ലാതെ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് സംസാരിച്ചതുപോലെ പിന്നെ സംസാരിക്കുക എന്നല്ലാതെ വഹയിലൂടെയല്ലാതെ ഒരു മറക്കപ്പുറത്ത് നിന്നുകൊണ്ടല്ലാതെ അള്ളാഹുവിനെ നേരിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത് ഒരാൾക്കും സാധ്യമല്ല എന്നത് തന്നെ വളരെ കൃത്യമായും നമ്മുടെ മുന്നിൽ ഖുർആൻ പറഞ്ഞു തരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് വിശദീകരിച്ചു തരാണ്. പിന്നെ പടച്ചവനുണ്ട് എന്നത് ഒരടിമക്ക് എങ്ങനെയാണ് ബോധ്യമാവുക? അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ അനേകം ആയത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഖുർആനിലെ ഓരോ വചനങ്ങളെയും നമ്മൾ പറയുക അൽ ആയ എന്നാണ്. ഖുർആനിലെ ഓരോ വചനവും അല്ലാഹു ഉണ്ട് എന്നതിനുള്ള തെളിവാണ്. മാ മഅന അൽ ആയ, ആയത്ത് എന്നുള്ളതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം അൽ അലാമ ഔ അദ്ദലാഇൽ എന്നാണ് ഇതിന്റെ അർത്ഥം. ഒന്നെങ്കിൽ ഒരടയാളം അല്ലെങ്കിൽ തെളിവ് എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ഭാഷാർത്ഥം. അതാണ് ആയാത്തുല്ലാഹി ഫിൽ കൗൻ. ആയത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനിലെ ആയ നമ്മൾ ഇങ്ങനെ കേൾക്കും, മിൻ ആയാത്തിഹി, അള്ളാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ്. എന്താണ് ആയ? ആയാത്തുല്ലാഹി ഫിൽ കൗൻ, അള്ളാഹു ഉണ്ട് എന്നതിന് ഉള്ള ഈ പ്രപഞ്ചത്തിലെ തെളിവുകളാണത്. ഐ അലാമാതുൻ വ അദില്ലത്തുൻ അലാ ഖുദ്റത്തില്ലാഹി വ അസ്മതിഹി, അള്ളാഹുവിന്റെ മഹത്വത്തെ, അള്ളാഹുവിന്റെ ശക്തിയെ, ഖുദ്റത്തിനെ, കഴിവിനെ വിളിച്ചോതുന്ന പടച്ചറബിന്റെ തെളിവുകളാണ് ആയത്തുകൾ എന്ന് പറയുന്നത്. ആ ആയത്തുകളിലൂടെയാണ് നമുക്ക് അള്ളാഹു ഉണ്ട് എന്നത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അള്ളാഹു ഉണ്ട്, ഈ പ്രപഞ്ചത്തിനൊരു നാഥൻ ഉണ്ട് എന്നത് നമുക്ക് മുന്നിൽ വരച്ചിടുക തന്നെ ചെയ്യുന്നുണ്ട്. ഒരാള് നമ്മളോട് വന്നിട്ട് പറയണേ, ഞാൻ വീട് വെക്കാൻ വേണ്ടിയിട്ട് കല്ലും മണലും കമ്പിയും സിമന്റും മെറ്റലും തുടങ്ങി അതിനാവശ്യമായ സാധനങ്ങൾ മുഴുവൻ ഇറക്കി. അന്ന് രാത്രി ഒരു മഴ പെയ്തു, ഒരു കാറ്റോടുകൂടിയ മഴ. ആ മഴയിൽ ഈ കല്ലുകളെല്ലാം പാറി, ആ സിമന്റും മണലും അതുപോലെ തന്നെ മെറ്റലും എല്ലാം തമ്മിൽ കൂടിക്കുഴഞ്ഞ് ആ കമ്പികളെല്ലാം കറക്റ്റായി പാറി ഒരു സ്ഥലത്ത് വന്ന് അതൊരു വീടായി രൂപാന്തരപ്പെട്ടു എന്നൊരു മനുഷ്യൻ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അത് സ്വീകരിക്കോ? ഇല്ല. അത് നമ്മളുടെ കോമൺ സെൻസിന് ബോധ്യപ്പെടാത്ത ഒരു കാര്യമാണ്. വെറുതെ ഒരു കാറ്റടിക്കുമ്പോ ചിതറിക്കിടന്ന കല്ലും മണലും ഒക്കെ കൂടിച്ചേർന്നുകൊണ്ട് മനോഹരമായ ഒരു വീട് നിർമ്മിക്കപ്പെടുകയോ? ഇല്ല, അത് സംഭവിക്കുകയേ ഇല്ല. നമ്മൾ ആരും വിശ്വസിക്കൂല. നമ്മുടെ കേവല ബുദ്ധി അത് അംഗീകരിക്കൂല. കാരണം മനുഷ്യൻ അറിയാം ഓരോ നിർമ്മാണത്തിന് പിന്നിലും ഒരു നിർമ്മാതാവ് ഉണ്ടാകുമെന്ന്. നമ്മുടെ വാച്ച്, നമ്മുടെ ഫോൺ, നമ്മുടെ ഉപകരണങ്ങൾ, സാമഗ്രികൾ, അതിന്റെ പിന്നിലെല്ലാം അതിനെ നിർമ്മിച്ച നിർമ്മാതാക്കൾ ഉണ്ട് എന്നത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു സൃഷ്ടിപ്പും ഒരു സ്രഷ്ടാവില്ലാതെ നടക്കുകയില്ല എന്നത് വളരെ കൃത്യമാണ്. എന്നാൽ പടച്ചവനെ നിഷേധിക്കുവാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ശാസ്ത്രീയമായ സത്യങ്ങൾ എന്ന പേരിൽ നിർമ്മിക്കപ്പെട്ട കളവുകളുണ്ട്. പരിണാമ സിദ്ധാന്തം. എന്താണ് പരിണാമ സിദ്ധാന്തം? ഭൂമിയിൽ ശൂന്യമായി കിടന്നിരുന്ന ഭൂമി, ജീവനില്ലാതിരുന്ന ഭൂമി, ആ ഭൂമിയിലേക്ക് മഴ പെയ്യുന്നു. മഴ പെയ്ത് കുഴിയായി കിടന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നു. ആ വെള്ളക്കെട്ടുകൾക്ക് ചുറ്റിലും മരങ്ങൾ ഉയർന്നു വരുന്നു. ആ മരങ്ങളിൽ നിന്നുള്ള കമ്പുകളും ഇലകളും വീണുകൊണ്ട് ആ വെള്ളം അഴുക്കാകുന്നു. ആ അഴുക്കായ വെള്ളത്തിൽ സ്വാഭാവികമായി ഒരു ദിവസം ഒരു ഏകകോശ ജീവി ഉണ്ടാകുന്നു. ഇത് നമ്മൾ പഠിപ്പിക്കപ്പെട്ടതാണ്. നമുക്ക് മുന്നിൽ പടച്ചവനെ നിഷേധിക്കുവാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ ജീവൻ ഉണ്ടായി എന്നതിന് ചില ആളുകൾ പറഞ്ഞു തന്ന ഉത്തരമാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് സ്വാഭാവികമായി ഒരു ഏകകോശ ജീവി എന്ന ജീവന്റെ തുടിപ്പുള്ള മഹാ അത്ഭുതമുണ്ടായി എന്ന് പറയാൻ. അത് പിന്നെ മീനായി, മുതലയായി, മാനായി, മയിലായി, മുയലായി, കുരങ്ങായി, കുരങ്ങ് വാലുമുറഞ്ഞു മനുഷ്യനായി എന്ന സിദ്ധാന്തം വെറും അന്ധവിശ്വാസത്തിന്റെ കെട്ടുകഥ. ആ കെട്ടുകഥയെ മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് ഈ ലോകത്തിനൊരു സ്രഷ്ടാവില്ല എന്നതാണ്. അല്ല, എങ്ങനെയാണ് ഈ മനോഹരമായ ദൃശ്യപ്രപഞ്ചം, ഇതിന്റെ സുന്ദരമായ ഈ സൗന്ദര്യങ്ങളെല്ലാം
ഇവിടെയുള്ള ഈ മനോഹരമായ സൃഷ്ടിപ്പുകൾ, ഇതെങ്ങനെയാണ് ഈ കാറ്റ്, ഈ രാവ്, ഈ പകല്, ഈ വെളിച്ചം, ഈ സൗന്ദര്യങ്ങളെല്ലാം, ഈ മനുഷ്യ ജീവനുകൾ എങ്ങനെയാണ് ഒരു സ്രഷ്ടാവില്ലാതെ ഉണ്ടാവുക എന്നത് സംഭവിക്കുക? അല്ല. അല്ലാഹു ഉണ്ട് എന്നതിന്റെ തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പ്രഖ്യാപിക്കുകയാണ്. വമിൻ ആയാതിഹി, അല്ലാഹു ഉണ്ട് എന്നതിന്റെ തെളിവിൽപ്പെട്ടതാണ്. ഈ പ്രപഞ്ചത്തിന് ഒരു ഉടയ തമ്പുരാൻ ഉണ്ട് എന്നതിന്റെ തെളിവിൽപ്പെട്ടതാണ്. അല്ലൈലു വന്നഹാർ, രാവും പകലും, വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും, ഈ മാറി മാറി വരുന്ന ഇരപകലുകൾ, നമ്മൾ സുഖനിദ്രയിൽ ആണ്ടുകിടക്കുന്ന സന്ധ്യാനേരങ്ങൾ, നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങളുമായി കൊണ്ട് ഓടുന്ന പ്രഭാതങ്ങൾ, നമ്മളുടെ പകലുകൾ, ഇത് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കുന്നു? അതിന്റെ പിന്നിലുള്ളത് ആരാണ്? വശംസു വൽ ഖമർ, ഈ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് ഉയരുന്നത്, അത് അസ്തമിക്കുന്നത്, ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ അതിങ്ങനെ വലിയ വട്ടത്തിൽ തിളങ്ങി കാണുന്നത്, പിന്നീട് അതിന്റെ ഘട്ടങ്ങൾ ഇങ്ങനെ മാറി മാറി അത് പല രൂപത്തിലേക്ക് മാറുന്നത്. വമിൻ ആയാതിഹി, അല്ലാഹു ഉണ്ട് എന്നതിന്റെ തെളിവിൽപ്പെട്ടതാണ്. അല്ലൈലു വന്നഹാറു വശംസു വൽ ഖമർ ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ. സൂര്യനെ കൊണ്ട് അത്ഭുതപ്പെട്ട് സൂര്യദേവൻ എന്ന് പറഞ്ഞ് സൂര്യന്റെ മുന്നിലല്ല, കടലിന്റെ മുന്നിൽ അത്ഭുതപ്പെട്ട് കടലമ്മ എന്ന് പറഞ്ഞ് കടലിന്റെ മുന്നിലല്ല, ഭൂമിക്ക് മുന്നിലല്ല നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത്. ഈ അത്ഭുതങ്ങളെയൊക്കെ കാണുമ്പോ ഈ അത്ഭുതങ്ങളുടെ പിന്നിലുള്ള സംവിധായകനില്ലേ, നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള സ്രഷ്ടാവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ നിങ്ങൾ അവന്റെ മുന്നിൽ നമ്ര ശിരസ്കരാവുക, സുജൂദ് ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഈ രാവും പകലും മാറി മാറി വരുന്നതിൽ, ഈ ഭൂമിയെയും ആകാശത്തെയും ഒക്കെ അതിന്റെയൊക്കെ സൃഷ്ടിപ്പിൽ ചിന്തിച്ചു മനസ്സിലാക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് അതിൽ ആലോചിക്കുവാനുണ്ട്. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകൾ. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ഈ ആകാശവും ഭൂമിയും ഒക്കെ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെ പറ്റി ആലോചിക്കുന്ന ആളുകൾ. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, പടച്ചോനെ ഇതിനെയൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക ഫഖിന അദാബന്നാർ, പടച്ചോനെ നീ എത്ര പരിശുദ്ധനാണ്, നീ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണേ എന്നവർ പറയും. അത് ബോധ്യപ്പെടും. ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഇതിന്റെ പിന്നിലുള്ള ഈ കാറ്റ് വരുന്നത്, ഈ രാവും പകലും മാറി മാറി വരുന്നത്, ഈ സൂര്യനും ചന്ദ്രനും ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒക്കെ ഇതാരാണ് സംഭവിപ്പിക്കുന്നത്? അതെല്ലാം അല്ലാഹു ഉണ്ട് എന്നതിനുള്ള നമ്മളുടെ മുന്നിലുള്ള കൃത്യമായ തെളിവുകളാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അവിടെയാണ് നമുക്ക് പടച്ചവനെ തിരിച്ചറിയുവാൻ വേണ്ടി കഴിയുക. നമ്മളുടെ ശരീരം തന്നെ നമ്മളോട് പടച്ചവനുണ്ട് എന്നത് പ്രഖ്യാപിക്കുന്നുണ്ട്. വഫിൽ അർളി ആയാതുൽ ലിൽ മുഖിനീൻ, ദൃഢവിശ്വാസികളായ ആളുകൾക്ക് ഇവിടെ ഈ ഭൂമിയിൽ ഒരുപാട് തെളിവുകളുണ്ട്, പടച്ചവനുണ്ട് എന്നതിനുള്ള ഒരുപാട് തെളിവുകളുണ്ട്. വഫി അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന ഒരു റബ്ബുണ്ട് എന്നതിനുള്ള തെളിവുണ്ട്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ അതിനെ കണ്ടറിയുന്നില്ലേ എന്ന അള്ളാഹുവിന്റെ ചോദ്യം. കുട്ടികളൊക്കെ പറയും മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം എന്റെ തിരഞ്ഞെടുപ്പാണ്, എന്റെ ശരീരം എന്റെ കാര്യങ്ങൾ അത് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കു തന്നെയാണ്. ഞാൻ എങ്ങനെ നടക്കണമെന്നത്, എന്റെ തീരുമാനങ്ങൾ എന്തായിരിക്കണം എന്നുള്ളത് അത് ഞാൻ തീരുമാനിക്കും. കാരണം അതെന്റെ ശരീരമാണ്. എന്തൊരു അഹങ്കാരമാണല്ലേ, എന്റെ ശരീരം എന്റേത് മാത്രമാണ്, അതിന്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഞാൻ തന്നെയാണ് എന്നുള്ള വർത്തമാനം ആണോ? നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നമ്മളാണോ? നമ്മളുടെ ഹൃദയം മിടിക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ചിട്ടാണോ? നമ്മളുടെ ശരീരത്തിലേക്കുള്ള ഈ രക്തചംക്രമണ വ്യവസ്ഥ അത് നടപ്പാക്കുന്നത് നമ്മളാണോ? നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും രക്തത്തെ എത്തിക്കുന്ന ഹൃദയത്തിന്റെ ധർമ്മത്തെ നിയന്ത്രിക്കുന്നത് നമ്മളാണോ? നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്, അത് ദഹിപ്പിക്കുന്നത് നമ്മളാണോ? നമ്മൾ ചൂടെടുക്കുമ്പോൾ വിയർക്കാറുണ്ട്, നമ്മളുടെ വിയർപ്പു ഗ്രന്ഥികളിൽ നിന്ന് ശരീരത്തിന് ആവശ്യമായ വിയർപ്പ്, ആ ചൂട് തണുപ്പിക്കുവാനുള്ള വിയർപ്പിനെ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളുടെ ഉദ്ദേശപ്രകാരമാണോ? അല്ല. നമുക്ക് കയ്യും കാലും ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കാനും ഇഷ്ടമുള്ളതൊക്കെ നടക്കാനും തിരിയാനും ഒക്കെ കഴിയും എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ശരീരത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ നമ്മളുടെ തിരഞ്ഞെടുപ്പാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? നാം ജനിക്കണമെന്നത് നമ്മളുടെ തിരഞ്ഞെടുപ്പായിരുന്നോ? നമ്മുടെ രൂപം, നമ്മുടെ മുടി, നമ്മുടെ കണ്ണ്, നമ്മുടെ ശരീരത്തിന്റെ രൂപഭാവങ്ങൾ ഇതൊക്കെ നമ്മൾ തീരുമാനിച്ചതാണോ? അല്ലല്ലോ.
നമ്മൾ തീരുമാനിച്ചതല്ലല്ലോ, അതൊന്നും നമ്മളുടെ ചോയ്സ് ആയിരുന്നില്ലല്ലോ, നമ്മളുടെ തീരുമാനപ്രകാരം അല്ലല്ലോ നമ്മൾ ഇവിടെ വന്നത്. പക്ഷേ ബോധവും വിവരവും വകതിരിവും ഒക്കെ ഉണ്ടാകുമ്പോ ഇതെല്ലാം സംവിധാനിച്ചു തന്നൊരു സംവിധായകനെ എങ്ങനെയാണ് നമുക്ക് മറന്നു കളയുവാൻ കഴിയുക? അം ഖുലിഖു മിൻ ഗൈരി ഷൈ, അവർ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണോ? അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല അവര് തന്നെയാണോ അവരുടെ പടച്ചോൻ, അവര് തന്നെയാണോ അവരെ പടച്ചത് എന്ന് ഖുർആൻ വിമർശിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഇന്ന് നമ്മളുടെ മേനിയഴകിൽ, നമ്മളുടെ ആകാര വടിവിൽ, നമ്മളുടെ കരുത്തിൽ നമ്മൾ എങ്ങനെയാണ് അഹങ്കരിക്കുക? നമ്മളില്ലാത്തൊരു കാലമില്ലായിരുന്നോ? നമുക്കിന്ന് 20 വയസ്സായിട്ടുണ്ട് എങ്കിൽ അതിനു മുൻപ് നമ്മൾ ഉമ്മയുടെ ഉദരത്തിലായിരുന്നു, വയറിലായിരുന്നു. അതിനു മുൻപ് നമ്മൾ എവിടെയായിരുന്നു? നമ്മളെന്ന ഈ രൂപമുണ്ടായിരുന്നോ? നമ്മളെന്ന ഈ പേരുണ്ടായിരുന്നോ? ഈ ഭൂമിയിൽ നമ്മളെ അടയാളപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടായിരുന്നോ? ഇല്ല, നമ്മൾ ശൂന്യമായിരുന്നു, നമ്മൾ ഇവിടെ ഇല്ലായിരുന്നു. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ, മനുഷ്യ ഒരു പറയപ്പെടാവുന്ന രൂപമായിരുന്ന ഒരു വസ്തു പോലും അല്ലാതിരുന്ന ഒരു കാലം നിനക്കില്ലായിരുന്നോ മനുഷ്യ? ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ, കൂടിച്ചേർന്നുണ്ടാകുന്ന ബീജത്തിൽ നിന്ന്, ഭ്രൂണത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങൾക്ക് കേൾവി തന്നത്, നിങ്ങൾക്ക് കാഴ്ച തന്നത്, നിങ്ങൾക്ക് ചിന്താശേഷി തന്നത് നാമാണ് എന്ന് അല്ലാഹു പറയുന്നു. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. 2 വഴികളുണ്ട്. ഒന്ന് വൈകൃതങ്ങളുടെ തോന്നിവാസങ്ങളുടെ വഴി, ഒന്ന് നന്മയുടെ പാന്താവ്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. പക്ഷേ നിങ്ങൾ തിന്മയുടെ വഴിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിനെ നിഷേധിച്ചുകൊണ്ട് ക്യാമ്പസ് അങ്കണങ്ങളിലെ വൈകൃതങ്ങളിൽ ആർമാദിക്കുന്നവരാണ് എങ്കിൽ, അത് നമ്മളുടെ പരലോകത്ത് നമുക്കതിന് ശിക്ഷകൾ ഒരുക്കി വെക്കപ്പെട്ടിട്ടുണ്ട് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്. അല്ല, നമ്മളുടെ ശരീരം നമ്മളുടെ തിരഞ്ഞെടുപ്പല്ല. ഈ ഭൂമിയിലേക്ക് വരണം എന്നത് നമ്മളുടെ നിശ്ചയമല്ല. നമ്മൾ എത്ര ഉയരം വരെ ഉയരണമെന്നത്, നമ്മൾ എത്ര കാലം ഇവിടെ ജീവിക്കണമെന്നത്, നമ്മളുടെ ശരീരം എങ്ങനെയാകണമെന്നത്, ഇതൊന്നും നമ്മളുടെ തീരുമാനമോ തിരഞ്ഞെടുപ്പോ അല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവുണ്ട് എന്നത്, ഈ പ്രപഞ്ചത്തിലെ ഓരോ വ്യവസ്ഥകളും നമ്മളോട് വിളിച്ചു പറയുക തന്നെയുണ്ട്, ചെയ്യുന്നുണ്ട്. ആ പടച്ചവന്റെ മുന്നിൽ കീഴൊതുങ്ങുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പടച്ചവനുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരാൾ, അയാൾ തിന്മകളുടെ വഴിയിൽ നിന്ന് കുതറിമാറും. കാരണം അവന്റെ മുന്നിലേക്ക് സ്വർഗത്തിന്റെ വഴിയായി പടച്ച റബ്ബിന്റെ സംസാരമായി ഖുർആൻ ഇവിടെയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ അവന്റെ മുന്നിൽ പാഠമായിട്ടുണ്ട്. പ്രണയത്തിന്റെ തിന്മകളിലേക്ക്, പ്രണയത്തിന്റെ വഴികളിലേക്ക് അവനൊരിക്കലും പോകുവാൻ കഴിയുകയില്ല. ബെസ്റ്റി ചമഞ്ഞുകൊണ്ട് ലൈംഗിക വൈകൃതങ്ങളുടെ വഴിയിലേക്ക് പോകാൻ അവന് കഴിയുകയില്ല. അതിനോട് നോ പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ആളുകളാണ്. പോൺ സൈറ്റുകളിലെ വൈകൃതങ്ങൾക്ക് അടിപ്പെടുവാൻ ഒരിക്കലും അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്കും സാധിക്കുകയില്ല. പടച്ചവൻ കാണുന്നുണ്ട്, ഈ ലോകത്തിന്റെ നിയന്താവ് നിരീക്ഷിക്കുന്നുണ്ട് എന്ന ഒരു ബോധം അവനുണ്ടാകും. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലും അല്ലാതെയുമൊക്കെ ക്യാമ്പസിന്റെ അങ്കണങ്ങളിലും റോഡിന്റെ വഴിയോരങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന ആൺ പെൺ മിംഗ്ലിങ്ങുകൾ ഒരിക്കലും അതിന് ഒരു വിശ്വാസി സന്നദ്ധമാവുകയില്ല. അള്ളാഹുവിന്റെ വിലക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നവൻ അതിരും പരിധിയും വിട്ടുകൊണ്ടുള്ള ആൺപെൺ ബന്ധങ്ങളിലേക്ക് പോകുവാൻ തയ്യാറാവുകയില്ല. സ്വവർഗരതി പോലെയുള്ള വൃത്തികേടുകളിലേക്ക് അവന് വഴി തുറക്കുകയില്ല. റാഗിങ്ങിനോട്, തന്റെ അനുജന്മാരോട് ആക്രമിക്കുകയും അവരെ പ്രയാസപ്പെടുത്തുകയും അവരെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന അക്രമങ്ങളിലേക്കും റാഗിങ്ങിലേക്കും ഒരു സഹോദരനും പോകുവാൻ കഴിയുകയില്ല. തെറിവിളികൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കിടുന്ന ആളുകളായിട്ട് തോന്നിവാസ വാക്കുകൾ കൊണ്ട് സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുന്ന വൃത്തികേടുകളിലേക്ക് അവർക്ക് വഴി തുറക്കുവാൻ കഴിയുകയില്ല. അഹങ്കാരത്തോടുകൂടി, ജാടയോടുകൂടി നടക്കാൻ അങ്ങനെയുള്ള ആളുകൾക്ക് കഴിയുകയില്ല. അധ്യാപകരെയും മാതാപിതാക്കളെയും ബഹുമാനിക്കാതിരിക്കുവാൻ അവന് സാധിക്കുകയില്ല. ഈ ലോകത്തിന്റെ പടച്ചവൻ വെച്ചിട്ടുള്ള വ്യവസ്ഥകൾ അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ സന്നദ്ധരാകണം. അല്ല എങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് നിത്യനരകമാണ് എന്നത് ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ കീഴൊതുങ്ങുന്ന, പടച്ചവനെ തിരിച്ചറിയുന്ന, ഈ പ്രപഞ്ചവും നമ്മളുടെ ശരീരവും എല്ലാം സംസാരിക്കുന്ന ആ റബ്ബിന് കീഴൊതുങ്ങുക, അവന്റെ കൽപ്പനകൾക്ക് വിധേയമാവുക. എന്തൊക്കെ പ്രലോഭനങ്ങൾക്ക് മുന്നിലും തിന്മയുടെ വഴിയും വാതിലും തുറക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله وحده ونصر عبده وهزم الأحزاب وحده
ഉസല്ലി വ ഉസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വതമ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് വരുവാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളായ സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടയരുത്. വൽ യഖ്റുജ്ന തഫിലാത്തിൻ, അവര് അലങ്കാരങ്ങളില്ലാതെ അത്തറും പോലെയുള്ള സുഗന്ധങ്ങളൊന്നും ഉപയോഗിക്കാതെ അവർ പള്ളികളിലേക്ക് വരട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം നൽകിയതാണ്. അപ്പൊ സ്ത്രീകൾക്ക് പള്ളിയിൽ വരാം. സ്ത്രീകൾക്ക് പള്ളിയിൽ വരുന്നത് ഇസ്ലാം ഒരു നിലക്കും വിലക്കുന്നില്ല. നമ്മളുടെ പള്ളിയിലേക്കും ഒരു ധാരാളം വിദ്യാർത്ഥിനികളും ഉമ്മമാരും ഒക്കെ പള്ളിയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ പള്ളിയിൽ വരുന്ന ചില കുട്ടികളൊക്കെ അവർ പള്ളിയിൽ വന്നിട്ട് ഈ ജുമഅയിൽ പങ്കെടുക്കാതെ ഒറ്റക്കോ അല്ലെങ്കിൽ സംഘമായിട്ടൊക്കെ നമസ്കരിച്ചു പോകുന്ന ഒരു രീതിയും പ്രവണതയും കാണാൻ കഴിയുന്നുണ്ട്. അത് വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ജുമഅയിൽ പങ്കെടുക്കുക എന്നുള്ളത് സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ട കാര്യം തന്നെയാണ്, പുണ്യകരമാക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അൽ ജുമുഅതു ഇലൽ ജുമുഅ കഫാറത്തുൻ മാ ബൈനഹുമാ മാലം തുഗ്സൽ കബായിർ. ഒരാൾക്ക് ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെയുള്ള സമയം അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. അവൻ തോന്നിവാസങ്ങൾ, വലിയ വ്യഭിചാരം പോലെയുള്ള അങ്ങനെയൊക്കെയുള്ള മദ്യപാനം പോലെയൊക്കെയുള്ള വലിയ പാപങ്ങളിലേക്ക് അവൻ പോയിട്ടില്ലെങ്കിൽ ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെയുള്ള പാപങ്ങൾ അവന് പൊറുക്കപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അവൾക്ക് പൊറുക്കപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇത് നമ്മളുടെ എല്ലാ കുട്ടികൾക്കും കിട്ടണം. ഇതൊരു വിമർശനമായിട്ട് ആരും കാണരുത്. ഒരു നസീഹത്തായി കൊണ്ട് തന്നെ മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പള്ളിയിൽ വരുന്ന ആളുകൾ ഈ ജുമഅയിൽ പങ്കെടുക്കുകയും അതിന്റെ പ്രതിഫലത്തിൽ പങ്കാളികളാവുകയും ചെയ്യാൻ പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പള്ളി വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒക്കെ പള്ളിയിൽ വരുമ്പോൾ പിന്നെ ചെരുപ്പിട്ട് ചവിട്ടാൻ പറ്റാത്ത നിലയിൽ നല്ല ക്ലീൻ ആയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ അശ്രദ്ധമായി ചെരുപ്പിട്ട് ചവിട്ടി കയറിയിട്ട് വൃത്തികേടാക്കുന്ന ഒരു രീതി നമ്മളിൽ നിന്ന് ഉണ്ടാകരുത്. എന്താന്ന് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു കറുത്ത പെണ്ണുണ്ടായിരുന്നു, ഒരു പാവം കാപ്പിരി പെണ്ണ്. ആ സ്ത്രീ പള്ളി വൃത്തിയാക്കുന്നവരായിരുന്നു. അവർ മരിച്ചു ഒരു ദിവസം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞില്ല. സ്വഹാബികൾ അവരെ മറമാടി. ആ സ്ത്രീയെ കാണാതിരുന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആ പെണ്ണ് എവിടെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, മരിച്ചു റസൂലെ. റസൂൽ ദേഷ്യപ്പെട്ടു, എന്നെ അറിയിച്ചില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സ്ത്രീയുടെ ഖബർ എനിക്ക് കാണിച്ചതാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീയുടെ ഖബറും തിരിഞ്ഞു പോയി. ആ ഖബറിന്റെ മുന്നിൽ പോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഖ്യാപനം നടത്തി, ഈ ഖബർ എന്ന് പറയുന്നത് ഇരുട്ടു നിറഞ്ഞതാണ്. ഞാൻ അതിനു മുന്നിൽ നമസ്കരിച്ചാൽ അത് പ്രകാശപൂരിതമാകും. എന്താ സ്ത്രീക്കുണ്ടായിരുന്ന സവിശേഷത? ഒരു പള്ളി വൃത്തിയാക്കുന്ന സ്ത്രീ ആയിരുന്നു എന്നുള്ളതാണ്. പള്ളി വൃത്തിയാക്കുന്നത് ഇത്രമേൽ പ്രാധാന്യമുള്ള ഒരു കാര്യമാണെങ്കിൽ പള്ളി അഴുക്കാക്കുന്നത് എത്രമാത്രം ഗൗരവപ്പെട്ട വിഷയമാണ് എന്നതുകൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഈ പള്ളി ക്ലീൻ ആയിരിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് നമ്മളെ അവരും മനസ്സിലാക്കുക. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ബൈത്തുള്ളയാണ്, അള്ളാഹുവിന്റെ ഭവനമാണ് എന്ന ഒരു ഹെറുമത്ത്, ഒരു പ്രാധാന്യം നമ്മൾ പള്ളിക്ക് നൽകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവ് രോഗിയാണ്, പ്രാർത്ഥിക്കണം എന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രോഗങ്ങളെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഇടയിൽ തന്നെ ഹൃദ്രോഗികളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, നിത്യരോഗികളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം രോഗങ്ങളും പ്രയാസങ്ങളും ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ ഖാദി അൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احفظ بلادنا، اللهم احفظ بلادنا، اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق
اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.